PM ശ്രീ പദ്ധതി എന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനുള്ള ഒരു ഉപകരണമാണോ എന്നുള്ളതാണ്. മികച്ച അധ്യയന മാർഗങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുക, വിദ്യാഭ്യാസ രംഗത്ത് ഒരു സമഗ്ര വികസനത്തിനു വേണ്ടി ശ്രമിക്കുക, ഹരിത വിദ്യാലയങ്ങൾ അഥവാ ഗ്രീൻ സ്കൂൾസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വിജയകരമായിട്ട് നടപ്പാക്കുക, പഠനം ഉപേക്ഷിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക, ഒപ്പം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുക, ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളെ മാതൃകാ വിദ്യാലയങ്ങളായിട്ട് ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റികൾ ഉൾപ്പെടെ അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് PM ശ്രീ പദ്ധതിയുടെ ഏറ്റവും ലളിതമായിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ. ഇതിലൊന്നുപോലും രാഷ്ട്രീയമല്ല എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ടാകും. ഇനി അഥവാ രാഷ്ട്രീയമാണ് എന്ന് പറയാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് NEP 2020 അഥവാ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2020 നടപ്പാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന രീതിയിലത്തേക്കുള്ളതാണ്. അങ്ങനെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുന്നത് വഴി സംഖ്യവൽക്കരണം, കാവ്യവൽക്കരണം, വലതുവൽക്കരണം ഒക്കെയാണ് നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ആശങ്കയെങ്കിൽ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ട് എങ്കിൽ അത് നടപ്പാക്കേണ്ടത് കരിക്കുലം വഴിയാണ്, അഥവാ നമ്മുടെ സിലബസ് വഴിയാണ്. എന്നാൽ NEP നടപ്പാക്കിയിരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കരിക്കുലം അഥവാ വിദ്യാഭ്യാസ പദ്ധതി തീരുമാനിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അതാത് സംസ്ഥാനങ്ങൾക്കാണ്. അതായത് NEP നമ്മൾ നടപ്പാക്കുകയാണ് എങ്കിലും കേന്ദ്ര സർക്കാർ പറയുന്ന കേന്ദ്ര സിലബസ് ഇവിടെ പഠിപ്പിക്കേണ്ടതില്ല. നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം, ഏത് പുസ്തകം പഠിക്കണം, ഈ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം അതത് സംസ്ഥാനങ്ങൾക്കുണ്ട് എന്നുള്ളത് ആ പദ്ധതിയിൽ ഇതിനോടകം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു വസ്തുതയാണ്. പറഞ്ഞു വന്നത് PM ശ്രീ എന്നത് ഒരു തരത്തിലും രാഷ്ട്രീയവൽക്കരിക്കേണ്ടുന്ന ഒരു പദ്ധതിയല്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള കാവ്യവൽക്കരണത്തിനുള്ള സ്കോപ്പില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ സമൂലമായിട്ടുള്ള ഒരു വികസനം, അതിൽ തന്നെ ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങളെ തെരഞ്ഞെടുത്ത് അതിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്ത് കേന്ദ്ര സർക്കാരിന്റെ ഹാൻഡ് ഹോൾഡിംഗ് കിട്ടി ആ സ്ഥാപനങ്ങളെ മാതൃകാ വിദ്യാലയങ്ങളായി വളർത്തിക്കൊണ്ടുവരിക, 5 വർഷത്തേക്ക് പൂർണ്ണമായിട്ടുള്ള സഹായങ്ങൾ നൽകുക, അതിനുശേഷം അതിനെ ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് PM ശ്രീ വഴി ഉദ്ദേശിക്കുന്നത്. എന്നിട്ടും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ PM ശ്രീ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരോട് മുഖാമുഖം നിന്ന് എന്താണ് ഇതിലെ കാവ്യവൽക്കരണം എന്ന് നമ്മൾ ചോദിക്കുകയാണ് വേണ്ടത്. ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു MLA ഞാനൊരു ചാനൽ ചർച്ചയിൽ ഇത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. ആർക്കും അതിന് മറുപടി പറയാൻ കഴിയില്ല. കാരണം ഇതിൽ കാവ്യവൽക്കരണത്തിന്റെ ഒരു അജണ്ടയും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനിയാണ് ഈ PM ശ്രീ പദ്ധതിയുടെ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് LDFും UDFും നമ്മളോട് പറയുന്നത് സത്യമാണോ നുണയാണോ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഇപ്പോഴത്തെ സർക്കാർ പറയുന്നത് PM ശ്രീ പദ്ധതി നേരത്തെ ഉണ്ടായിരുന്ന സർക്കാർ ഒപ്പിട്ടതാണ്, അതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് 100 കോടി രൂപ നമ്മൾ വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഈ പദ്ധതിയിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല, CPMകാർ ഇത് ഒപ്പിട്ടതുകൊണ്ട് ഈ പദ്ധതി തുടരാനായി ഞങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയല്ല നമ്മളോട് പറയുന്നത്, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. ഈ പദ്ധതി തൽക്കാലം നടപ്പാക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തിരുന്നതായിട്ടും അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക വഴി ഈ പദ്ധതി തൽക്കാലം നമ്മൾ അബേയൻസിൽ വെച്ചിരിക്കുകയാണ്, നടപ്പാക്കുന്നില്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യം രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും മുഖ്യമന്ത്രിയോട് പറഞ്ഞപ്പോൾ അങ്ങനെ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇത് ഒപ്പിട്ടിരുന്നോ, അങ്ങനെ ഒപ്പിട്ടിരുന്നുവെങ്കിൽ അത് നടപ്പാക്കുന്നതിനും ആ പദ്ധതി തുടരുന്നതിനുമായിട്ടുള്ള ബാധ്യത ഇപ്പോഴത്തെ സർക്കാരിനുണ്ടോ എന്നുള്ളതാണ്. ഇതിൽ ഒന്നാമത്തെ കാര്യം ശരിയാണ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതി ഒപ്പിട്ടതാണ്. പക്ഷേ ആ പദ്ധതി അതിനുശേഷം വിവാദമുണ്ടായപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നിർത്തിവെക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഒരു തീരുമാനമെടുക്കുകയും അത് ഉദ്യോഗസ്ഥ തലത്തിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നതനുസരിച്ച് തൽക്കാലത്തേക്ക് ഈ പദ്ധതി അബേയൻസിൽ വെക്കുകയാണ്. ഒരു മന്ത്രിസഭാ ഉപസമിതി ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാൻ പോവുകയാണ്. ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കാൻ പോകുന്നത് എന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ അബേയൻസിൽ വെച്ചിരിക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കേണ്ടതുണ്ടോ, അതിനെ റിവൈവ് ചെയ്ത് ഇപ്പോഴത്തെ സർക്കാരിന് എടുക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി UDF സർക്കാർ പറയുന്ന വെറുമൊരു ഉപായം, ഒരു ഉപാധി എന്നുള്ള രീതിയിൽ മാത്രമേ ആ ഒരു എക്സ്ക്യൂസിനെ കാണാൻ കഴിയുകയുള്ളൂ. അത് അവാസ്തവമായിട്ടുള്ള ഒരു ക്ലെയിമാണ്. ഇനി രണ്ടാമത്, PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ താല്പര്യമില്ല എങ്കിൽ ഈ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, ഒന്നും ചെയ്യാതിരിക്കുക. കാരണം നിലവിൽ തന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ പദ്ധതിയെ തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് ഔദ്യോഗികമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ അവകാശമാണ്
സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട ഫണ്ട് റിസീവ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അകാരണമായി അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നൊരു വാദം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കേന്ദ്രത്തിനെതിരെ കേസിന് പോവുക എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അതിന്റെ ധാരണാപത്രത്തിൽ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരു കോർട്ടിലേക്ക് ഇതിലൊരു പാർട്ടിയെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ കേസ് കൊടുക്കാം എന്നാണ്. നമുക്കറിയാം PM ശ്രീ പദ്ധതിയുമായി ലിങ്ക് ചെയ്തിട്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് പണം കൊടുക്കുന്നത്. 60% ഫണ്ട് കേന്ദ്ര സർക്കാരും 40% സംസ്ഥാനങ്ങളുമാണ് വഹിക്കേണ്ടത്. എന്നാൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാത്ത സംസ്ഥാനങ്ങളിൽ സമഗ്ര ശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട പണം കേന്ദ്ര സർക്കാർ നിലവിൽ കൊടുക്കാറില്ല. അത് ഭരണഘടനാപരമായി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിനെതിരെ അഭിപ്രായം പറഞ്ഞ പല സർക്കാരുകളുമുണ്ട്. തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് കുറച്ചുകൂടി ചെറുത്തു നിൽപ്പുണ്ട്. DMK സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞത് PM ശ്രീ പദ്ധതി നടപ്പാക്കില്ല എന്നാണ്. അതിന്റെ ഭാഗമായിട്ട് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് തടഞ്ഞുവെക്കാനായി ഭരണഘടനാപരമായിട്ട് കേന്ദ്ര സർക്കാരിന് ഒരു റൈറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ സുപ്രീം കോടതിയിൽ ചെന്നു. സുപ്രീം കോടതിയോട് ഈ വിഷയം അടിയന്തര പ്രാധാന്യത്തിൽ പരിഗണിക്കണം എന്നവർ പറഞ്ഞു. എന്നാൽ ഇതിൽ നിങ്ങൾ ഈ പറയുന്ന തരത്തിലുള്ള അടിയന്തര പ്രാധാന്യം ഞങ്ങൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ കേസ് പിന്നീട് ഒരു ഘട്ടത്തിൽ പരിഗണിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇനിയത്തെ സർക്കാരാണ് ആ കേസ് എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷേ നിലവിൽ തമിഴ്നാട്ടിലെ വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ രീതിക്കുള്ള പരിപാടികളാണ് നടത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തമിഴ്നാടിനെ പോലെ റെസിസ്റ്റ് ചെയ്ത് നിയമപ്രകാരം കേസുമായിട്ട് പോകണോ എന്നുള്ള കാര്യത്തിനെ പറ്റി തീരുമാനമെടുക്കേണ്ടത് UDF സർക്കാരാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് നാടിന് ആപൽക്കരമാണ്, അത് വലതുവൽക്കരണമാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഒക്കെ ഉള്ളത് എങ്കിൽ അവർ ചെയ്യേണ്ടത് ഈ പദ്ധതി നടപ്പാക്കാതെ കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ കേസിന് പോവുക എന്നുള്ളതാണ്. ആ മാർഗം എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. അടുത്തത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതായത് PM ശ്രീ പദ്ധതി നമ്മൾ നടപ്പാക്കണമെങ്കിൽ നമുക്ക് കേന്ദ്ര സർക്കാരിനോട് 2 ഡിമാൻഡുകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിലൊന്ന്, നമ്മുടെ കരിക്കുലം നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തേത്, PM ശ്രീ പദ്ധതി ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും സംസ്ഥാന സർക്കാരിനായിരിക്കണം എന്നുള്ളതാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ വളരെ ലെജിറ്റിമേറ്റ് എന്ന് തോന്നാവുന്ന 2 ഡിമാൻഡുകളാണ്. എന്നാൽ ഈ 2 ചോദ്യങ്ങളും അസ്ഥാനത്താണ് എന്നുള്ളതാണ് പ്രധാനം. അതിന്റെ കാരണം നിലവിൽ ഈ 2 കാര്യങ്ങളും തീരുമാനിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം PM ശ്രീ പദ്ധതിയിൽ അതാത് സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ PM ശ്രീ പദ്ധതി എന്നത് സിലബസുമായിട്ടോ കരിക്കുലവുമായിട്ടോ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതാണ്. PM ശ്രീ പദ്ധതി നടപ്പാക്കണമെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നടപ്പാക്കണം. പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയുന്നതനുസരിച്ച് ഒരു സംസ്ഥാനത്ത് പാഠ്യപദ്ധതി എന്താണ് എന്ന് തീരുമാനിക്കുന്നതിനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം അതത് സംസ്ഥാനത്തിന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് സിലബസ് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടാകണം എന്ന് കേന്ദ്ര സർക്കാരിനോട് നമ്മുടെ സംസ്ഥാനം ഡിമാൻഡ് ചെയ്യേണ്ടത് ആവശ്യമില്ല. നിലവിൽ തന്നെ ആ സിലബസ് തീരുമാനിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഈ പദ്ധതി പ്രകാരം നമ്മുടെ സംസ്ഥാനത്തിന് തന്നെയാണ്. പിന്നെ എന്തിനാണ് ശ്രീ സതീശൻ കേന്ദ്ര സർക്കാരിനോട് ഈ ഒരു ഡിമാൻഡ് വെക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനിയൊന്ന്, ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിലേക്ക് ഏതൊക്കെ സ്കൂളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നല്ല ഉണ്ടാകേണ്ടത്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് എന്നാണ്. അതും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ പല സ്റ്റെപ്പുകളായിട്ടാണ് ഈ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത്. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യ ഘട്ടത്തിലാണ് ഈ ധാരണാപത്രം ഒപ്പിടുക. അതിനുശേഷമാണ് ഇതിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള സ്കൂളുകളുടെ പട്ടിക തയ്യാറാക്കുന്നത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ പട്ടിക തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങൾ തന്നെയാണ്. അവിടെയുള്ള സൗകര്യങ്ങൾ, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അങ്ങനെ ഓരോ സ്കൂളുകളിൽ നിന്നും കിട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിദഗ്ധ സമിതി പഠിക്കുന്നു. അതിനുശേഷം ഈ PM ശ്രീ പദ്ധതിയിലേക്ക് ഏതൊക്കെ സ്കൂളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അന്തിമ പട്ടിക സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്നു. അത് കേന്ദ്ര സർക്കാർ അപ്രൂവ് ചെയ്യുന്നതോടുകൂടി ഈ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാനായിട്ട് തുടങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഒരു ഘട്ടത്തിലും ഏതൊക്കെ സ്കൂളുകളാണ് ഇതിൽ തിരഞ്ഞെടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ഇടപെടലും നിലവിലെ പദ്ധതി പ്രകാരം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഈ 2 കാര്യങ്ങളും നിർണ്ണയിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് തന്നെ ആകുമ്പോൾ എന്തിനാണ് കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു എന്നൊക്കെ നമ്മുടെ സംസ്ഥാനം പറയുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും സത്യമായിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. അതങ്ങനെ ചെയ്യുന്നത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരൊറ്റ കാര്യം മാത്രമേ തോന്നുന്നുള്ളൂ. അതായത് സ്കൂളുകളുടെ നിർണ്ണയമാണെങ്കിലും സിലബസ് തീരുമാനിക്കുന്ന കാര്യത്തിലുള്ള നിർണ്ണയമാണെങ്കിലും സംസ്ഥാനങ്ങൾക്ക് തന്നെയാണ് ഇപ്പോഴും അതിന്റെ അവകാശം എന്ന് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്ത്
കുറെ അധികം ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ഒരുപക്ഷെ ധരിച്ചോളും, ശരി, നമ്മളിത് ഡിമാൻഡ് ചെയ്ത് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് അനുകൂലമായ രീതിയിലത്തേക്ക് നമ്മുടെ സ്വയം നിർണയ അവകാശമായിട്ട് നേടിയെടുത്തു, അതുകൊണ്ട് ഇനി ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ കുഴപ്പമില്ല, ഇനി ഇതിൽ കാവ്യവൽക്കരണത്തിന്റെ അപകടം പേടിക്കേണ്ടതില്ല എന്ന്. അങ്ങനെ ആൾക്കാരെ നമ്മളിങ്ങനെ മണ്ടന്മാരാക്കണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ ഭരണകർത്താക്കൾ ശരിക്ക് ഇരുത്തിയൊന്ന് ആലോചിക്കേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നുണകളാണ്. സത്യത്തിൽ PM ശ്രീ എന്നത് ഒരു തരത്തിലും ഒരു രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ശ്രമമല്ല. വിദ്യാഭ്യാസ മേഖലയെ രാഷ്ട്രീയവൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിലബസ് നിർണയത്തിൽ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം. അങ്ങനെയുള്ള ഒരു കാര്യം സംസ്ഥാന സർക്കാരിനാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ രാഷ്ട്രീയമായിട്ട് ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യവുമില്ല. PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് അവർ ശ്രമിച്ചതും ഇപ്പോ ഈ സർക്കാർ ശ്രമിക്കുന്നതിന്റെയും ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. കേന്ദ്ര സർക്കാർ നമുക്ക് നൽകാനുള്ള ഫണ്ട് കിട്ടണം. കാരണം ആ പണം കിട്ടിയിട്ട് വേണം ഇവിടെയുള്ള ടീച്ചർമാരുടെ സാലറി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും നമുക്ക് പണം കണ്ടെത്താൻ. അതുകൂടാതെ ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള ദുരുദ്ദേശവും ഇല്ല എന്ന് CPM-നും അറിയാം, കോൺഗ്രസിനും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവരുടെ രാഷ്ട്രീയത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് മാത്രം ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ്, BJP ആണ്, RSS വൽക്കരണമാണ് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു മാർഗമായിട്ട് അതിനെ അവർ ഉപയോഗിക്കുകയാണ്. അതല്ലാതെ ഇതിവിടെ നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവില്ല എന്നതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നിട്ടും അവർക്ക് വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും രാഷ്ട്രീയ കളി മാത്രമാണ് ഈ നടക്കുന്നത്. ഇതിന് സമാനമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമ്പോൾ ഇവിടെയുള്ള മുസ്ലിങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും പൗരത്വം നഷ്ടപ്പെടും എന്നൊക്കെയായിരുന്നു ഇവരെല്ലാവരും വലിയ വായിൽ വിളിച്ചു പറഞ്ഞത്. അതങ്ങനെ അല്ല എന്ന് ഈ നിയമം വായിച്ചിട്ട് അന്നേ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഈ നിയമം നടപ്പാക്കിയതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഒരു മുസ്ലിമിനും പൗരത്വം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. കാരണം അത് ഇന്ത്യയിൽ പൗരന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ബാധകമായിട്ടുള്ള ഒരു നിയമമേ ആയിരുന്നില്ല. അത് അങ്ങനെ തന്നെയാണ് എന്ന് കൃത്യമായ ബോധ്യമുണ്ടായിട്ടും രാഷ്ട്രീയ ലാക്കോടുകൂടി വോട്ട് ബാങ്കിനെ ലക്ഷ്യമിട്ട് മാത്രം നമ്മുടെ നാട്ടിലെ കോൺഗ്രസും CPM-ഉം ഒക്കെ തന്നെ വൻ പ്രചരണ വേല അഴിച്ചുവിട്ടതുപോലെ തന്നെയാണ് PM ശ്രീ വിഷയത്തിലും അവർ ഇത്തരം പ്രചരണ വേലകളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പദ്ധതി എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക, ഈ ആൾക്കാർ പറയുന്ന നുണ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ്